എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പെർഫെക്റ്റ് ആയിട്ടും വളരെ രുചികരമായിട്ടും 6 മാസക്കാലത്തേക്ക് ഒരു തരി പോലും കേടാവാതെ ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്ന പാചകരീതിയാണ്. വളരെ രുചികരമാണ്. ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കുവാണെങ്കിൽ ഒരു 6 മാസക്കാലത്തേക്ക് ഒരു കേടുപാടും കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെമ്മീൻ അച്ചാർ വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് ചെമ്മീൻ അച്ചാറിന്റെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് 1 കിലോ ചെമ്മീൻ തലേ ദിവസം തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുള്ളതാണ്. ചെമ്മീന്റെ കുടലെല്ലാം കളഞ്ഞിട്ട് വേണം നമുക്കിതുപോലെ ചെയ്തെടുക്കാനായിട്ടും. ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ചെമ്മീനായിരുന്നു. ഇതിന്റെ തലയും വാലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും 650 ഗ്രാം അളവിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടതും. അങ്ങനെ ചെയ്യുമ്പോഴാണ് ചെമ്മീൻ അച്ചാർ ഒരുപാട് കാലത്തേക്ക് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതും. ഇനി നമുക്ക് ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മസാല പുരട്ടിയ ചെമ്മീൻ പാനിലേക്ക് മാറ്റാം. ചെമ്മീൻ ഇനി ഇതുപോലെ ഒന്ന് നിരത്തിയും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ടാണ് ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ചെറിയ തീ വെച്ച് കൊടുത്താണ് ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കേണ്ടതും. ചെമ്മീൻ ചൂടായി തുടങ്ങിയാൽ പിന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൂടെ കൊടുക്കാം. താഴെ ഭാഗം ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മൂടി വെച്ചാണ് ചെമ്മീൻ വേവിച്ചെടുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നമുക്ക് അടിച്ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം വീണ്ടും മൂടി വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ചെമ്മീൻ ഇപ്പോൾ വേവിക്കാൻ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. വീണ്ടും മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീനിൽ അത്യാവശ്യം വെള്ളമെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും അടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചെമ്മീൻ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്ത് കൂടി എടുക്കണം. ഇതിനായിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. വേവിച്ചെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വളരെ എളുപ്പത്തിലാണ് നമുക്കിതൊന്ന് മുരിച്ചെടുക്കാൻ സാധിക്കുന്നത്. മുരിഞ്ഞു വരുന്ന ചെമ്മീനിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചെമ്മീൻ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ ഇതേ രീതിയിലാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. കൂടുതൽ മുരിഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീൻ റബ്ബർ മാതിരി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഈ ഒരു കാര്യം ചെയ്തെടുക്കാനായിട്ടും. ഇനി നമുക്ക് ഈ ചെമ്മീനിലേക്ക് ആവശ്യമായ ചേരുവകളൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇന്നത്തെ അച്ചാറിനുള്ള ചേരുവകളെല്ലാം ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നത് അഗാരോന്റെ ഇലക്ട്രിക് മിനി ചോപ്പറിൽ വെച്ചിട്ടാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചോപ്പറാണ്. ഇതിൽ വെജിറ്റബിൾ കട്ട് ചെയ്തെടുക്കാം. കൂടാതെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ചോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നട്ട്സും നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഇതൊരു ചാർജബിൾ ചോപ്പറാണ് എങ്കിൽ തന്നെ 4 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമുക്ക് പ്രവർത്തിപ്പിക്കാനും സാധിക്കും. അപ്പോൾ നമ്മുടെ കട്ടിംഗ് ചോപ്പറിന്റെ ഉൾഭാഗം ഇങ്ങനെയാണ്. നല്ല മൂർച്ചയേറിയ ബ്ലേഡ് ഉണ്ട്. ചില്ലി പേസ്റ്റും ടൊമാറ്റോ പ്യൂരി ചെയ്യാനും നമുക്ക് സാധിക്കും. ചോപ്പറിന്റെ മുകൾ ഭാഗത്തായിട്ട് ലിഡ് വെച്ച് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ മേലെയായിട്ട് മോട്ടർ കൂടെ ഫിറ്റ് ചെയ്യണം. ഈ ഒരു ഭാഗത്താണ് ഇതിന്റെ ചാർജിങ് പോയിന്റ്. ചോപ്പറിന്റെ ആവശ്യം കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ ഇത് തുടച്ച് നല്ല ക്ലീൻ ചെയ്ത് കൂടെ വെക്കണം. ബാക്കിയുള്ളതെല്ലാം നമുക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകാവുന്നതാണ്. ഇതിന്റെ ആ ഒരു ലിഡ് ഭാഗം വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കരുത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഈ ഒരു ചോപ്പറിന് 1 ഇയർ വാറന്റി കൂടി ഉണ്ട്. ചോപ്പറിൽ നമുക്ക് ഒരു ചാർജിങ് കേബിൾ കൂടെ കിട്ടുന്നുണ്ട്. നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചാർജ് ചെയ്തെടുക്കാനും സാധിക്കും. ഇനി നമുക്ക് ചോപ്പ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ ചെമ്മീൻ അച്ചാറിനായിട്ട് 100 ഗ്രാം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 7 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉടൻ തന്നെ ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ചോപ്പറിലേക്ക് ആദ്യമേ നമുക്ക് വെളുത്തുള്ളി 1/4 ഭാഗത്തോളം വാരിയിട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മേലെയായിട്ട് ഈ ഒരു ക്യാപ്പ് കൂടെ വെച്ച് കൊടുക്കണം. ഈ ഒരു ചോപ്പറിന്റെ ക്യാപ്പും കൂടി വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 2-3 സെക്കൻഡ് കൊണ്ട് തന്നെയാണ് നമ്മളിത് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി എല്ലാം തന്നെ ഒരേ രീതിയിൽ തന്നെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിൽ മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ളത് കൂടെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. പച്ചമുളക് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു അഗാരോന്റെ ചോപ്പർ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്കിത് വാങ്ങാൻ താല്പര്യമാണെങ്കിൽ ഞാൻ നമ്മുടെ വീഡിയോയിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇനി നമുക്ക് അച്ചാറിന്റെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചെമ്മീനെല്ലാം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രമൊക്കെ എടുക്കുമ്പോൾ ഒരു തരി പോലും വെള്ളമയം ഇല്ലാത്തതായിരിക്കണം. ചെമ്മീനെല്ലാം പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതേ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ഇനി ചൂടായി വരുമ്പോഴേക്കും കുറച്ചുകൂടെ നല്ല
നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ചൂടായി കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ അളവിൽ കുറച്ചായിട്ട് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പാനിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. വീണ്ടും നല്ലവണ്ണം തന്നെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഒന്ന് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് വഴറ്റാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് 2 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തൊന്ന് മുരിയിച്ചെടുക്കാം. മുളക് പൊടിയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കടുക്, കായം, ഉലുവ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. 2 ടീസ്പൂൺ അളവിലാണ് നമ്മൾ ഈ പൊടി ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 100 മില്ലി അളവിൽ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വന്നപ്പോഴേക്കും നമ്മുടെ അച്ചാറിന്റെ മിക്സ് ഇതുപോലെ ഒന്ന് കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെമ്മീനും കൂടി ചേർത്ത് നല്ലതുപോലെ വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി ചൂടാക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മസാലകളെല്ലാം തന്നെയും ചെമ്മീനിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടണം. അതുവരെയും ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൂടെ കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ അച്ചാറിന് ഗ്രേവി ഒന്നും തന്നെ ഇല്ലാതെ മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകമാണ് ആയി വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ അച്ചാറിന്റെ ഈ ഒരു ചൂടൊന്ന് ആറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 150 മില്ലി അളവില് വെള്ളത്തിൽ 2 സ്പൂൺ നല്ലെണ്ണയും 2 സ്പൂൺ വിനാഗിരിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച് ഇതിന്റെ ചൂടൊന്ന് ആറ്റി വെച്ചിരിക്കുവാണ്. ആ ഒരു വെള്ളമാണ് ചെമ്മീൻ അച്ചാറിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ അച്ചാറിന് നല്ല ഗ്രേവി ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തിളപ്പിച്ചെടുക്കുന്ന വെള്ളത്തിനും തയ്യാറാക്കി വെച്ചിരിക്കുന്ന അച്ചാറിനും ഒരു തരി പോലും ചൂടുണ്ടാവരുത്. അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അച്ചാറിന്റെ ചൂടൊക്കെ ഒന്ന് ആറിയതിനു ശേഷം നമുക്ക് മറ്റൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാവുന്നതാണ്. ഈ ഒരു രീതിയിൽ തന്നെ അച്ചാർ തയ്യാറാക്കുവാണെങ്കിൽ 6 മാസക്കാലത്തേക്ക് ഒരു കേടുപാടും കൂടാതെ അച്ചാർ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. ഇപ്പോൾ വിദേശത്തൊക്കെ നിങ്ങൾക്ക് കൊടുത്തുവിടാനാണെങ്കിൽ ഇതിലേക്ക് ആ ഒരു വെള്ളം ഒഴിച്ചിട്ടുള്ള സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ട. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ചെമ്മീൻ അച്ചാറിന്റെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാത്തിരിക്കുക.